ഹൈജീനിക് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ കേരളത്തിലെ മുൻനിര കമ്പനിയായി വളർന്ന ജൊനാരിയൻ ജാലിസ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ട് ആരംഭിച്ച ജൊനാരിയൻ ജാലിസിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്കായി 1976-ൽ എ ജോസഫ് തുടങ്ങിയ സംരംഭമാണ് ജൊനാരിയൻ ജാലിസ്. ഫ്ലോർ ക്ലീനർ, ക്ലീനിംഗ് പൗഡർ, വാഷിംഗ് പൗഡർ, ലിക്വിഡ് ഡിറ്റർജന്റ്, എയർ ഫ്രഷ്നർ, റൂം ഫ്രഷ്നർ എന്നീ ഹൈജീനിക് ഉൽപ്പന്നങ്ങൾ കേരളത്തിലുടനീളം കോർപ്പറേറ്റ് ആവശ്യക്കാരുടെ അടുത്തേക്ക് നേരിട്ടെത്തിക്കുകയാണ് ജൊനാരിയൻ ജാലിസ്. ശുചീകരണത്തിനായി ബാർ സോപ്പുകളെ മാത്രം ആശ്രയിച്ചിരുന്ന മലയാളികൾക്ക് ജൊനാരിയൻ ജാലിസിന്റെ ലിക്വിഡ് ഹൈജീനിക് പ്രൊഡക്റ്റുകൾ ഏറെ സഹായകമായി. അണുവിമുക്ത കേരളമെന്ന ലക്ഷ്യത്തോടെ 1976 മുതൽ കേരളത്തിൽ സജീവമാണ് ജൊനാരിയൻ ജാലിസ്. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും കമ്പനിക്ക് സാധിച്ചു. കേരളത്തിൽ ആദ്യമായി അണുവിമുക്ത ഫ്ലോർ ക്ലീനർ നിർമ്മിച്ചത് ജൊനാരിയൻ കമ്പനിയാണ്. 1997-ൽ ജൊനാരിയൻ പിഗ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ട്രേഡിംഗ് കമ്പനിയും പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് കാലത്ത് സജീവമായിരുന്നു ജൊനാരിയൻ. ഹാൻഡ് വാഷും സാനിറ്റൈസറും പുതിയ ചരിത്രമാണ് സൃഷ്ടിച്ചത്. കോവിഡാനന്തരം ജൊനാരിയൻ പുതിയ കാൽവയ്പ് കൂടി നടത്തിക്കഴിഞ്ഞു. വീറ്റോ എന്ന പേരിൽ റീറ്റെയിൽ വിതരണ ശൃംഖല ആരംഭിച്ചു. ജർമ്മൻ ടെക്നോളജിയിൽ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീറ്റോ മാക്സ് ക്ലീൻ, വീറ്റോ ടൊറോ, വീറ്റോ ഡിഷ് വാഷ്, വീറ്റോ സ്മാർട്ട് വാഷ്, വീറ്റോ ഹാൻഡ് സാനിറ്റൈസർ, വീറ്റോ കാർ വാഷ്, ഷാംപൂ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കേരളത്തിലുടനീളം വ്യാപിപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് കമ്പനി. 48 വർഷമായി ഉപഭോക്താക്കൾ നൽകുന്ന വിശ്വാസമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് ആത്മവിശ്വാസമെന്ന് കമ്പനി അറിയിച്ചു. ജൊനാരിയൻ എന്ന ഈ പ്രസ്ഥാനം 1976-ൽ തുടങ്ങിയതാണ്. നിങ്ങൾക്കറിയാം, ഈ അക്കാലത്തെ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ബാല്യകാല അരിഷ്ഠിതകളൊക്കെ വരാറുണ്ട്. എൻ്റെ പ്രസ്ഥാനം മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങൾക്കും അങ്ങനെ വന്നപ്പോൾ 3-4 വർഷം ഈ പ്രസ്ഥാനം നഷ്ടത്തിൻ്റെ ഇതിലേക്ക് കൂപ്പുകുത്തി. ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്നാലും ഏതോ ഒരു പിൻവിളി പോലെ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് 6 വർഷത്തിന് ശേഷമാണ് മാർക്കറ്റിലെ അത് പിടിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൊനാരിയനാണ് വൈറ്റ് ക്ലീനർ അല്ലെങ്കിൽ വൈറ്റ് ഫിനൈല് കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.